ഹലോ ഫ്രണ്ട്സ്, എന്ന് വന്നിട്ട് അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ്. അതോടൊപ്പം തന്നെ വലിയൊരു കമ്പാരിസനാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ഒരുപക്ഷെ കണ്ട് രോമാഞ്ചിഫിക്കേഷനൊക്കെ ആയിരിക്കുന്ന ഒരു മൂവിയാണ് ഡി സി എന്ന് പറയുന്നത്. ഡി സിയുടെ ഫുൾ ഫോം എന്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ ഡി സിൻ്റെ മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഡി സി പറഞ്ഞ മൂവി ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ കോപ്പിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമോ? അരുൺ മാധേശ്വരൻ പക്കയായിട്ട് അടിപൊളിയായിട്ട് കോപ്പി ചെയ്തിട്ട് എടുത്തിട്ടൊരു സിനിമയാണ് ഈ ഡി സി എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഒരു തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്ന് തമിഴ്നാട് കൾച്ചറായിട്ട് കണക്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് വയലൻസും കൂടി കുത്തിക്കയറ്റിയ ഒരു സിനിമയാണ് ഡി സി. പക്ഷേ ബോണി ആൻഡ് ക്ലൈഡ് എന്ന മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. അതിൽ 1967 ഇറങ്ങിയിട്ടൊരു അട്ടാറ് സിനിമയാണ്. ഭയങ്കര രസമാണ് സിനിമ കാണാൻ. കാരണം നമുക്ക് ആ ഒരു സമയത്ത് ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ ആ സമയത്ത് ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ ശരിക്കും ഒരു ചേസിങ് ഒക്കെ നടത്തുന്നുണ്ട്. ഒരു ചേസിങ് ആയിക്കോട്ടെ, നായകൻ്റെ ഓരോ പരിവേഷങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഈ നായകയെ കണ്ടുമുട്ടുന്നതും പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന അവർ തമ്മിലൊരു ബോണ്ടിങ്, ഇതൊക്കെ തന്നെ ഭയങ്കര രസമായിട്ട് ഇവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ പെട്ടെന്ന് ഒരു എന്താ പറയുക ലവ് ആയിട്ട് ഈ പെണ്ണിന് പക്ഷേ ഭയങ്കര ഒരു എലോണായി നിൽക്കുന്ന പെൺകുട്ടി, പക്ഷേ ഭയങ്കര പെട്ടെന്ന് ഇവരെ കാണുമ്പോഴേക്കും ഇവർ അങ്ങനെ ജോയിൻ്റ് ആവുന്നു. പക്ഷേ നായകൻ പറഞ്ഞൊരു പ്രത്യേക വിഷനൊക്കെ ആൾക്ക് ഈ ലോകം മുഴുവൻ കീഴടക്കി നടക്കുമ്പോഴൊരു വിഷയങ്ങളൊക്കെ നടക്കുന്ന ആളാണ്. പക്ഷേ അതിഗംഭീരമായ ആ സീൻസൊക്കെ എടുത്ത് പിന്നെ അതിനുശേഷം ഇവർ അവൻ്റെ ഒരു ഇമോഷണലി ഒരു ലവ് കണക്റ്റ് ആവുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഗംഭീരമായി എടുത്തിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. ഈ OTT പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടു നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഇല്ലെങ്കിൽ എന്നിട്ട് ഈ സിനിമ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായ മാറ്റം, ആ കാലഘട്ടത്തിൽ മാറ്റം എത്രയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഭയങ്കര രസമായിട്ട് നിങ്ങൾ ബോണി ആൻഡ് ക്ലൈഡ് പറഞ്ഞ മൂവി ഞാൻ കണ്ട് ഒരു ഭയങ്കരമായിട്ട് ഒരു റോബറി ബേസിലേക്കാണ് പോകുന്നത്. ഈ റോബറായിട്ട് പോകുന്നു. പിന്നെ അതിന് ശേഷം അവരതിൻ്റെ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരെ എത്തുന്ന ഒരു ചാലഞ്ച് ആണ്. ഒരു ഫുൾ ചേസിങ് ആണ്. കാരണം ഇവർ കുറച്ച് റോബറിയും പിന്നെ ആ കാശുകൊണ്ട് അവിടെ ഇവിടെയും പോകും. പിന്നെ ലാവിഷം അപ്പോഴേക്കും പിന്നെ പോലീസിൻ്റെ മുന്നിൽ ഇവർ വലിയ വീടിൻ്റെ പുള്ളി കളിക്കണം. അതിനുശേഷം ഇവർ ഈ നായികയുടെ ഒരു പ്രത്യേകത പറയുന്നത് നായികയ്ക്ക് ഇങ്ങനെ കുറച്ചൊരു ഫാൻസിയൊക്കെ ആയിട്ട് ആൾ ഭയങ്കരമായിട്ടാണ്. കാരണം എന്തെങ്കിലുമൊക്കെ അടി ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ അടിയാണെങ്കിൽ എന്ത് വെക്കണം, പെട്ടെന്ന് ആൾക്ക് ഭയങ്കര മേക്കപ്പിനോടും ഭയങ്കരമായിട്ട് എന്ന് നീറ്റായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര ഒരു കോൺഷ്യസ് ഉള്ളൊരു വുമണും കൂടിയാണ്. അത് ഈ സിനിമയിൽ ഭയങ്കര രസമായിട്ട് പല ഭാഗങ്ങളിലും ഭയങ്കര രസമായിരിക്കും. എനിക്ക് ഭയങ്കര കോമഡിയൊക്കെ ആയി ചില സീനുകൾ തോന്നും, നായികളുടെ ഓരോ എക്സ്പ്രഷൻസ് ബാക്കിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ സാധനത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നായകൻ്റെ ആണ് ആക്ഷൻ സീൻസ് സൂപ്പറാണ്. പിന്നെ നമ്മുടെ ഇവൻ്റ് ആണെങ്കിലും ഈ നായകനാണെങ്കിൽ സൂപ്പറാണ്. പക്ഷേ അപ്പോഴേക്ക് 2-3 ബോയ്സ് വരും, പിന്നെ കൂട്ടുകളിയായിട്ട് വരും. പിന്നെ അതിന് ശേഷം ഇവരെല്ലാം കൂടി ചേർന്നൊരു റോബറി അറ്റാക്കൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബന്ദിദാസ് പറഞ്ഞ സിനിമയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മറ്റേ പെൻലോപ്പ് ക്രൈസും നമ്മുടെ സൽമ ഹൈക്കും കൂടെ അവരുടെയൊക്കെ സിനിമ. അപ്പോൾ അവർ റോബർ ചെയ്യുന്ന സീൻസൊക്കെ ഇല്ലേ, അത് ഭയങ്കര ഫണ്ണി എടുത്തില്ലേ എന്ന രീതിയിലേക്ക് ഇത് ഫണ്ണിയല്ല, പക്ഷേ കുറച്ച് സീരിയസ് ആണ്. പക്ഷേ പിന്നെ അതിനുശേഷം ഇദ്ദേഹം ഒരു പിടികിട്ട പുള്ളിയൊക്കെ ആയി മാറുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ ഇവരെന്നെ എഴുതിയിട്ടൊക്കെ കൊടുക്കും ന്യൂസ് പേപ്പറിലൊക്കെ. ഭയങ്കര രസമായിട്ട് കുറേ രസമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാപ്പോഴും ഒരു നായകൻ്റെയും പരിവേഷം കഴിഞ്ഞാകുമ്പോഴേക്കും ഒരു ചതിയില്ലാണല്ലോ ഇവരൊക്കെ അവസാനം അന്ത്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിഗംഭീരമായിട്ട് ഈ ഒരു ബോണി ആൻഡ് ക്ലൈഡ് പറഞ്ഞ മൂവി ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ആ ടെക്നോളജികൾ ഇപ്പോൾ പല ഭാഗത്ത് നമ്മൾ ഈ അടുത്ത കാലത്താണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. 2000 വരെ അത്രയും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത്രയും ചേസിങ് കാര്യമൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഒരു കുറച്ച് ഭാഗങ്ങൾ, പക്ഷേ അത്രയും ഹോളിവുഡിന് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്ക് പറ്റാവുന്നൊരു സാങ്കേതിക വിദ്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ പറഞ്ഞു വരുന്നത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് പക്ക എന്താ പറയുക അടിപൊളിയായിട്ട് ഇവർ എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഈ ഒരു ബോണി ആൻഡ് ക്ലൈഡ് പറഞ്ഞൊരു മൂവി പറയുന്നത് പക്ക എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തമിഴ് വേർഷനാണ് ഇതിൻ്റെ ഒരു DC എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടു നോക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. ഇതിലിപ്പോൾ ചന്ദ്ര പറഞ്ഞതും പിന്നെ ഈ ലോകേഷിൻ്റെ ക്യാരക്ടറാണെങ്കിൽ ഒക്കെ തന്നെ ഇവരൊരു ബോണ്ടിങ് എത്തുന്നു. പിന്നെ ഇമോഷണലി പിന്നെ ലവ് ആകുന്നു. അങ്ങനെ കുറച്ച് സീൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇത് കണക്റ്റഡാണ്. പക്ഷേ അതിൽ വലിച്ചു നീട്ടിട്ടൊന്നുമില്ല. ഇതിൽ കുറച്ച് വലിച്ചു നീട്ടിലാണോ എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ എന്തായാലും പടം ഒരു അടാറ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നി. എനിക്ക് എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ ഇത്രയും മ്യൂസിക്കൊക്കെ ഇട്ട് ഒരു സെറ്റപ്പായി വന്നുകൊണ്ട് നമുക്ക് രസമായിട്ട് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ രീതി.
പിന്നെ ഗംഭീരമായിട്ടുള്ള കുറേ സ്ക്രീൻ പ്ലേ ഒക്കെ കണ്ട് നല്ല മ്യൂസിക്കൊക്കെ ഈ DC-ക്ക് ഉണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ ഒരു മികച്ച ഒരു മ്യൂസിക്കിലാണ് ഈ സിനിമ ഓടുന്നു പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അല്ലാതെ കഥേൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയതായിട്ട് ഫീൽ തോന്നിയില്ല. പിന്നെ കുറേ ഗൂസ് വരുന്ന സീൻസിലൊക്കെ ആയിട്ട് ഇങ്ങനെ പക്ക ലോക്കലായിട്ട് മാറില്ല ആ ലെവലിലേക്ക്. അങ്ങനെ ഒരു പക്ഷേ കുറേ ന്യൂനതകളൊക്കെ ഉണ്ട്, നമ്മൾ ആ ന്യൂനതയും പറയാൻ പോകുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇതിനോട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ ബോണി ആൻഡ് ക്ലൈഡ് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു തരത്തിലുള്ളൊരു ഫോൾട്ട് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും ആ ഒരു ലൈൻ പറയുന്നത്, ക്രാഫ്റ്റിംഗ് പറയുന്നതും അതുപോലെ അതിൻ്റെ ലൈൻ സ്ക്രീൻ പ്ലേ എല്ലാം തന്നെ ഒരു ലൈനിട്ട് പോലെ പക്കയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേ തന്നെയാണ് ഇവിടെ വേണ്ടത്. പക്ഷേ അത് ഇതിലേക്ക് പറിച്ച് നടുമ്പോൾ അവർ എന്തോ കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ കുറേ ക്യാച്ച് ചെയ്തിട്ടും കുറേ ബ്ലാങ്കായി പോയി തോന്നാറുണ്ട്. പക്ഷേ നമുക്ക് കുറേ കണക്ടിവിറ്റി മിസ്സിങ് ആയി തോന്നി. എന്തായാലും പടം അതിഗംഭീരമായുള്ള എന്താണ് ഒരു റെസ്പോൺസാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നത്. എക്സെപ്റ്റ് തമിഴ്നാട് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും നല്ലൊരു റെസ്പോൺസ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സിനിമ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബോണി ആൻഡ് ക്ലൈഡാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വെറും കുറേ മ്യൂസിക് ഇട്ട് കുത്തിക്കയറ്റി പിന്നെ കുറേ നമുക്ക് കുറേ ആയുധങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ സ്ഥിരത എന്താണെന്നൊക്കെ ചുറ്റിപ്പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ എന്നാലും നമ്മളൊരു ഈ ഒരു സിനിമ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പം ഒരു കമ്പാരിസൺ എടുക്കണമെങ്കിൽ കമ്പാരിസണൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബിഗ് ബീൻ്റെയൊക്കെ കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ അത് പക്കയായിട്ട് അതുപോലെ തന്നെ എത്തിച്ചു. പക്ഷേ നമ്മുടെ മലയാളത്തിലേക്ക് എത്തിക്കുമ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു പക്ക കൊമേഴ്ഷ്യലായിട്ടും അതിനെ സ്റ്റൈലിഷായിട്ടും ഒരു അവതരിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ അമൽനീരത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അതേപോലെ എടുക്കുകയാണെങ്കിൽ പക്ഷേ നമുക്ക് വേണ്ട എന്താണെന്ന് അത് മാത്രം ചോദിച്ചു ചേർക്കണം. ഇതിൽ പക്ഷേ DC കുറേ വയലൻസും മറ്റു സാധനമൊക്കെ ഉണ്ട്. പക്ഷേ കുറേ പോലീസിൻ്റെ ഇല്ലാത്ത പോലെ അത്രയും വെപ്പൺസ് പോലും ഇവരുടെ ഉണ്ട്. പിന്നെ ഈ ബോണി ആൻഡ് ക്ലൈഡ് പറയുന്നതിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കുറേ നായകൻ നയിക്കുന്നത്. പക്ഷേ ഇതിൽ വരുമ്പോൾ 10 വർഷമായിട്ട് കുളിക്കാത്ത ഒരു നായകനെ പോലെയൊക്കെയാണ് ഇവർ കാണിച്ചത്. അതൊക്കെയാണ് ഒരു വില്ലനോ അല്ലെങ്കിൽ ഒരു സാധാരണ നടനായിട്ട് കാണിക്കുന്നത്. എനിക്കറിയില്ല ഇവരെന്താ ഈ ഒരു കൺസെപ്റ്റിൽ പോകുന്നത് ഇതൊരു മനസ്സിലായിട്ടില്ല. ഒരു പക്ക റൗഡി എന്നൊക്കെ പറയുമ്പോൾ ഈ മുടിയും വരുത്തിയിട്ട് ഒരു നീറ്റായിട്ട് വന്നാൽ അത് റൗഡി ആവില്ല എന്നുള്ള ചോദ്യം എനിക്കുണ്ട്. പക്കയായിട്ട് ഇവരെന്ത് ഇങ്ങനെയാണോ സത്യത്തിൽ? ചിലപ്പോൾ നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ആ ഒരു ഘടകത്തിലേക്ക് ചിന്തിക്കാൻ പോയത്. വാട്ടെവർ, എന്തായാലും പടം നല്ല രസമായിട്ട് പോകുന്നുണ്ട് എല്ലാവരുടെയും. അപ്പോൾ എന്തായാലും പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ തോന്നിയത് ബോണി ആൻഡ് ക്ലൈഡാണ്. കുറച്ചുകൂടി നമുക്ക് നമ്മൾ ഇരുത്തിച്ച് സിനിമ കാണിക്കാൻ വയ്ക്കും. പക്ഷേ ഇതിൽ മ്യൂസിക് മാത്രമേ ഉള്ളൂ എന്ന് DC-യിൽ മ്യൂസിക്കിട്ട് തള്ളി. പിന്നെ കുറച്ച് വയലൻസ്, പിന്നെ അത്യാവശ്യം നമുക്കിങ്ങനെ കാണാൻ പറ്റിയ രീതിയാണ്. പക്ഷേ എന്തായാലും പടം എല്ലാവരും നല്ല റെസ്പോൺസ് ഉണ്ട്, തമിഴ്നാട് ഒഴികെ. എന്തായാലും പടം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല പബ്ലിസിറ്റിയും സൺ പിക്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ബോണി ആൻഡ് ക്ലൈഡും കൂടി സിനിമ കാണാം, അടിപൊളിയാണ്. നിങ്ങളെന്തായാലും DC കണ്ട സ്ഥിതിക്ക് ഇപ്പോൾ അതും കൂടി കാണുമ്പോൾ ഒരു തീരുമാനമാവും. അപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും സേഫായി ഇരിക്കുക. ടേക്ക് കെയർ, ബൈ, സി യു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.